സംസ്ഥാന ബി.ജെ.പിയെ ദൂർത്തെന്ന പരാതി. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചെലവ് 2.25 കോടി രൂപയായി. കെ സുരേന്ദ്രൻ്റെ കാലത്ത് 35 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയായിരുന്നു ചെലവ് എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ കുതിച്ചുയർന്നതായി വാർത്ത വന്നിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. അലക്സ് റാം മുഹമ്മദ് ഈ ബി.ജെ.പി അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. അലക്സ, ഇതാരെങ്കിലും ചോർത്തി തന്നാണോ അലക്സ? ഗുഡ് മോർണിംഗ്. സംസ്ഥാന ബി.ജെ.പിയിലെ അത്തരം വാർത്തകൾ നമ്മൾ കാര്യക്ഷമമായി നൽകുന്നുണ്ട്. ഇത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം നിലനിൽക്കുകയാണ്. ആ പുതിയൊരു വിവരം കൂടി പുറത്തു വരുന്നത് അത് സംസ്ഥാന ബി.ജെ.പിയിലെ ചിലവുമായി ബന്ധപ്പെട്ടാണ്. പ്രതിമാസ ചിലവ് റോക്കറ്റ് കണക്കെ കുതിച്ചുയർന്നു എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. നേരത്തെ കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്ത് പാർട്ടിയുടെ പ്രതിമാസ ചിലവ് 35 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയായിരുന്നു. പക്ഷേ ഇപ്പോഴത് രാജീവ് ചന്ദ്രശേഖരന്റെ കാലത്ത് 2.25 കോടി രൂപ വരെയാണ് ഈ പ്രതിമാസ ചിലവ് എന്നുള്ളതാണ്. ഈ ഉദയനാടതാരം സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ ഒരു മാസത്തേക്ക് ചിലവ് പിടിച്ചു നിർത്താൻ കോടികൾ ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്ക് പാർട്ടി എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പോയാൽ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്കുള്ള ശമ്പളം മുടങ്ങും എന്നുള്ള മുന്നറിയിപ്പാണ് ഓഫീസ് സെക്രട്ടറിയും ട്രഷററും അടക്കം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അവരുടെ നിസ്സഹായാവസ്ഥ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ചെലവ് ഇപ്പോൾ 10 ഇരട്ടിയായി വർദ്ധിച്ചതായാണ് ആരോപണമുള്ളത്. അതായത് നേരത്തെ കെ സുരേന്ദ്രന്റെ കാലത്ത് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ചെലവ്, അതായത് ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെയും പ്രസിഡന്റിന്റെ ഈ യാത്രാപത്ത ഉൾപ്പെടെയും ഒക്കെയുള്ള ചെലവ് ഏതാണ്ട് 1.5 ലക്ഷം രൂപയായിരുന്നു. 10 ഇരട്ടിയോളം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ബി.ജെ.പി സംഘപരിവാർ അനുകൂലികളാണ് നേരത്തെ ബി.ജെ.പി പ്രസിഡന്റിന്റെ ഓഫീസിലും അതുപോലെ ബി.ജെ.പി ഓഫീസിലുമൊക്കെ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രൊഫഷണലുകൾ ആ സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതും ആരോപണമായി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, നേരത്തെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാലത്ത് ബി.ജെ.പി അവരുടെ പ്രധാനപ്പെട്ട താമസം ബി.ജെ.പി അനുഭാവികളുടെ വീടുകളിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത് 5 സ്റ്റാർ ഹോട്ടലുകളിലാണെന്ന ആക്ഷേപമുണ്ട്. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് കഴിഞ്ഞ 6 മാസമായി തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിലാണ് താമസമെന്ന ആക്ഷേപമുണ്ട്. അത് തിരുവനന്തപുരത്ത് KG മാരാർ ഭവനിൽ വിശാലമായ താമസ സൗകര്യം ഉണ്ടായിട്ട് പോലും അത്തരത്തിൽ സ്റ്റാർ ഹോട്ടലിൽ താമസം 6 മാസമായി തുടരുന്നെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. കിട്ടാത്ത തരത്തിൽ ബി.ജെ.പിയുടെ ചിലവ് വർദ്ധിച്ചതായാണ് പരാതി. അത് പിടിച്ചു നിർത്തണമെന്ന് ട്രഷററും ഓഫീസ് സെക്രട്ടറിയും അടക്കം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്.